സുനന്ദ പുഷ്കറിന്റെ മരണത്തിന് ശേഷം തന്റെ ജീവിതത്തെക്കുറിച്ച് ശശി തരൂർ നൽകിയ വിശദമായ ആദ്യ അഭിമുഖമാണ് അദ്ദേഹം ട്വിറ്ററിൽ ഇട്ടത്. സിംഗപ്പൂരിലെ ഓൺലൈൻ മാഗസിന് നൽകിയ അഭിമുഖത്തിൽ താൻ അനാവശ്യമായി വിവാദങ്ങളുടെ ഇരയായെന്ന് ശശി തരൂർ വിവരിക്കുന്നു. സുനന്ദയുടെ മരണശേഷമുണ്ടായ വിവാദങ്ങൾ തനിക്കേറെ ബോധപൂർവം നിർമ്മിച്ചെടുത്തതാണെന്ന് അഭിമുഖത്തിൽ തരൂർ പറയുന്നു. സുനന്ദയുടെ വിയോഗത്തിന്റെ ദുഃഖത്തിൽ നിന്ന് മുക്തനാകും മുമ്പ് തന്നെ വേട്ടയാടി. ഉദ്വേഗജനകമായ വാർത്തകൾക്ക് ഒരു കാലത്ത് അന്ത്യമുണ്ടാകും. അന്ന് തന്നെ ആക്രമിച്ചവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുമെന്ന് തരൂർ പ്രതികരിക്കുന്നു. അമ്മയും മക്കളും സഹോദരിമാരും സുനന്ദയുടെ അച്ഛനും സഹോദരങ്ങളും പൊതുരംഗത്തെ തിരിച്ചുവരവിന് ശക്തി പകർന്നു. ആത്മബലം കൊണ്ടാണ് വീണ്ടും പൊതുരംഗത്ത് എത്തിയത്. മാധ്യമങ്ങൾ തനിക്കെതിരെ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി. പബ്ലിസിറ്റിക്കൊപ്പം തൻ ജീവിതത്തിൽ സ്വഭാവഹത്യയ്ക്കും ഇരയായെന്ന് തരൂർ അഭിമുഖത്തിൽ കുറ്റപ്പെടുത്തി. ആർക്കും എളുപ്പം ആക്രമിക്കാവുന്ന ലക്ഷ്യമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താൻ മാറി. ഇപ്പോൾ ജാഗരൂകനായി സംസാരിക്കാൻ പഠിച്ചെന്ന് ശശി തരൂർ അഭിപ്രായപ്പെട്ടു. ജീവിതത്തിൽ എന്തെങ്കിലും കടപ്പാടുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്തെ വോട്ടർമാരോടാണെന്നും ശശി തരൂർ അഭിമുഖത്തിൽ പറഞ്ഞു. TV ന്യൂസ്, ഡൽഹി.